ഇന്ന് നമുക്ക് സിമ്പിളായി തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബട്ടർസ്കോച്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇനി മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഡ്രൈ ആയിട്ടുള്ള മറ്റൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഞാനിവിടെ വിസ്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് 1 മിനിറ്റ് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പാച്ചുല എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ഒരു കുക്കറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഒന്ന് നല്ലപോലെ തേച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും വെച്ച് കൊടുക്കുക. ഇനി കേക്കിൻ്റെ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവനോ ബീറ്ററോ ഇല്ലാതെയാണ് ഞാനിതിപ്പോൾ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇത് നല്ലപോലെ ഡാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണിത്. ഞാനിവിടെ ഒരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. പഴയ പാനൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിന് മുകളിൽ കുക്കർ വെച്ചിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരിക്കലും നമ്മൾ വെയിറ്റ് വെച്ച് കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കേക്ക് 20 to 25 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പ്രീ ഹീറ്റ് ഒന്നും ചെയ്യാത്തത് കാരണം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിടുക. ബാക്കി 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേക്ക് ബേക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിഡ് ടോപ്പിംഗ് മിക്സാണ് എടുക്കുന്നത്. 70 ഗ്രാം ഉണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് 1/4 കപ്പ് വരെ പാലൊഴിച്ച് കുറേശ്ശെ പാലൊഴിച്ച് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് വരെ നമുക്ക് കൈയെടുക്കാതെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല പോലെ ഫ്ലഫിയായി വരും. കുറച്ചും കൂടെ പാലൊഴിച്ച് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റ് 8 മിനിറ്റ് 9 മിനിറ്റ് 10 മിനിറ്റ് 11 മിനിറ്റ് 12 മിനിറ്റ് 13 മിനിറ്റ് 14 മിനിറ്റ് 15 മിനിറ്റ് 16 മിനിറ്റ് 17 മിനിറ്റ് 18 മിനിറ്റ് 19 മിനിറ്റ് 20 മിനിറ്റ് 21 മിനിറ്റ് 22 മിനിറ്റ് 23 മിനിറ്റ് 24 മിനിറ്റ് 25 മിനിറ്റ് 26 മിനിറ്റ് 27 മിനിറ്റ് 28 മിനിറ്റ് 29 മിനിറ്റ് 30 മിനിറ്റ് 31 മിനിറ്റ് 32 മിനിറ്റ് 33 മിനിറ്റ് 34 മിനിറ്റ് 35 മിനിറ്റ് 36 മിനിറ്റ് 37 മിനിറ്റ് 38 മിനിറ്റ് 39 മിനിറ്റ് 40 മിനിറ്റ് 41 മിനിറ്റ് 42 മിനിറ്റ് 43 മിനിറ്റ് 44 മിനിറ്റ് 45 മിനിറ്റ് 46 മിനിറ്റ് 47 മിനിറ്റ് 48 മിനിറ്റ് 49 മിനിറ്റ് 50 മിനിറ്റ് 51 മിനിറ്റ് 52 മിനിറ്റ് 53 മിനിറ്റ് 54 മിനിറ്റ് 55 മിനിറ്റ് 56 മിനിറ്റ് 57 മിനിറ്റ് 58 മിനിറ്റ് 59 മിനിറ്റ് 60 മിനിറ്റ് 61 മിനിറ്റ് 62 മിനിറ്റ് 63 മിനിറ്റ് 64 മിനിറ്റ്
ഇപ്പോൾ തന്നെ നല്ല പോലെ ഫ്ലഫിയായി വരുന്നുണ്ട്. കൈയെടുക്കാതെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലേക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ അധികം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് നമുക്ക് കാരമൽ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ കാരമലായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മെൽറ്റായി കിട്ടിയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഈ കൂട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പ്ലേറ്റിൽ അതല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ കട്ടിയാവും. കട്ടിയായിട്ട് നമ്മളിത് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഇട്ട് പൊടിച്ചെടുക്കും. കേക്കിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടർസ്കോച്ച് സോസ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതും നമുക്ക് കാരമലായി കിട്ടണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായി കിട്ടണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ 22 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേക്കായൊന്ന് നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ ബേക്കായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് മാറ്റാം. കേക്ക് നല്ലപോലെ കൂളായതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം കൊണ്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഒരു ടേൺ ടേബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും. ഇനി നമ്മൾ കാരമലൈസ്ഡ് നട്ട്സ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഈ കേക്കിൽ ഇട്ട് കൊടുക്കാം. സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിൽ ഇടുക. ഇവിടെ ഞാൻ സ്റ്റാർ നോസിലാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കാരമലൈസ്ഡ് നട്ട്സ് പൊടിച്ചെടുത്തത് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർസ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.